വാഴ്ത്തപ്പെട്ടുമാറാകട്ടെ. നല്ലൊരു പ്രഭാതം കൂടെ കർത്താവ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസങ്ങളൊക്കെയും കർത്താവ് നമുക്ക് അത്ഭുതം ചെയ്തു. പലപ്പോഴും മനുഷ്യന് അസാധ്യമായത് ദൈവത്താൽ സാധ്യമായി തീർന്ന നിമിഷങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസങ്ങൾ. ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന എല്ലാ അഭിഷക്തന്മാർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. പ്രത്യേകാൽ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ വിവിധ സാഹചര്യത്തിലായിരുന്നു കൊണ്ട് ഈ മെസ്സേജ് കേൾക്കുന്ന, ഷെയർ ചെയ്യുന്ന, പ്രാർത്ഥിക്കുന്ന എല്ലാ അഭിഷക്തന്മാർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിലുള്ള സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന ചോദിക്കുകയാണ്. ഭൂമിയുടെ 5 വൻകരകളിലും സകല വിശുദ്ധന്മാരും ഇന്ന് പകൽക്കാലം ചെറിയ കൂട്ടമായും വലിയ കൂട്ടമായും സത്യത്തിലും ആത്മാവിലും ആരാധിക്കുമ്പോൾ ഈ വെള്ളിയാഴ്ച പ്രഭാതത്തിൽ നമുക്കൊരുമിച്ച് കർത്താവിൻ്റെ പാദപീഠത്തിൽ ആയിരിക്കാൻ സർവശക്തനായ ദൈവം ആയുസ്സിൻ്റെ ഒരു ദിനം കൂടെ നൽകിയതിനെ ഓർത്ത് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. പലപ്പോഴും അസാധ്യമെന്ന് നമ്മൾ പറയാറുണ്ട്. ഇതെന്നിൽ കൂടെ നടക്കത്തില്ല, ഞാൻ പ്രാർത്ഥിച്ച വിഷയത്തിന് മറുപടി ലഭിക്കത്തില്ല, എന്നെക്കൊണ്ട് കഴിയത്തില്ല എന്നൊക്കെ പറയുന്നവർ ഇത് കേൾക്കുന്നെങ്കിൽ, ദൈവപൈതലേ, നിന്റെ പ്രാർത്ഥനാ വിഷയത്തിനകത്ത് മനുഷ്യനൊന്നും ചെയ്യാൻ കഴിയത്തില്ല. പക്ഷെ ദൈവത്തിന് ഈ പ്രഭാതത്തിൽ ചിലത് ചെയ്യാൻ കഴിയും. നിന്റെ ചെറുതും വലുതുമായ ഏത് പ്രാർത്ഥന വിഷയമായിരിക്കട്ടെ അഭിഷക്തനെ, നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയം ഒരു മനുഷ്യൻ കേട്ടില്ലെങ്കിലും, ഒരു മനുഷ്യനത് കൈയടിച്ചില്ല എങ്കിലും, ആമേൻ പറഞ്ഞില്ലെങ്കിലും ഭാരപ്പെടേണ്ട. നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു സ്വർഗമുണ്ട്. ആമേൻ. കർത്താവിൻ്റെ അഭിഷക്തയെ നിങ്ങളുടെ പ്രാർത്ഥന കേട്ട് ആരും കൂടെ ആമേൻ പറഞ്ഞില്ല, ഗ്ലോറി പറഞ്ഞില്ല, കൈയടിച്ചില്ല, ആത്മാവിലായില്ല എന്ന് പറഞ്ഞ് ഭാരപ്പെടേണ്ട. എൻ്റെ പ്രാർത്ഥനയ്ക്ക് ആരും ഒരു സ്തോത്രം പോലും പറഞ്ഞില്ലല്ലോ എന്ന് ആരും ഭാരപ്പെടേണ്ട. നിങ്ങളുടെ പ്രാർത്ഥനയുടെ വാക്കുകൾ കേട്ട് ശരിവയ്ക്കുന്ന ഒരു സ്വർഗം ഇന്ന് പകൽക്കാലമുണ്ട്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഈ പ്രഭാതം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ബ്ലെസ്സിങ് ആയിരിക്കട്ടെ എന്ന് കർത്താവിൽ പ്രാർത്ഥിക്കുന്നു. ഒരു വാക്യം നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞ് പ്രാർത്ഥിപ്പാൻ താല്പര്യപ്പെടുന്നു. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായി താല്പര്യപ്പെടുന്നു. 121 സങ്കീർത്തനം എല്ലാവർക്കും അറിയാം. 8 വാക്യമേ ഉള്ളൂ. 121 സങ്കീർത്തനം നമുക്കറിയാം. അതിൻ്റെ തലക്കെട്ടൊക്കെ നമ്മൾ നോക്കുമ്പോൾ ആരോപണ ഗീതം എന്നൊക്കെ നമ്മൾ കാണുന്നത്, പക്ഷേ ഇത് ദാവീദ് എഴുതിയ ഒരു സങ്കീർത്തനമാണ്. 1 വാക്യം ഇങ്ങനെ വായിക്കുന്നു: ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? ഇന്നത്തെ പ്രാർത്ഥന അല്ലെങ്കിൽ ഈ മീറ്റിങ്ങിനകത്ത് എൻ്റെ വിഷയം സഹായം. ദൈവപൈതലേ, സഹായം എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യനെ കൊണ്ട് ചെയ്യാൻ കഴിയില്ല, ഉറപ്പായിട്ട്. പ്രൈസ് ദി ലോർഡ്. മനുഷ്യനെ കൊണ്ട് ഒരിക്കലും ഒരു മനുഷ്യനെ സഹായിക്കാൻ കഴിയില്ല, തൃപ്തി വരുത്തുവാൻ കഴിയില്ല. അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ തെറ്റാണ്. ഒരു മനുഷ്യനെ കൊണ്ടും സഹായിപ്പാൻ കഴിയില്ല. പക്ഷെ ഞാൻ ഒരു വ്യക്തിയെ പരിചയപ്പെടുത്തരാം. നിങ്ങൾ ആ വ്യക്തിയെ പരിചയപ്പെട്ടില്ല എങ്കിൽ, ആ വ്യക്തിയോട് നിങ്ങൾ സംസാരിച്ചില്ല എങ്കിൽ, ഇന്ന് പകൽ ഞാൻ ആ വ്യക്തിയെ പരിചയപ്പെടുത്താം. നിനക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് സംസാരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തുന്നത് പരിശുദ്ധാത്മാവിനെയാണ്. പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുന്ന, പരിശുദ്ധാത്മാവിനോട് ആലോചന ചോദിക്കുന്ന ഒരു ദൈവ പൈതലും പരാജയപ്പെടില്ല. പ്രൈസ് ദി ലോർഡ്. പ്രവാചകന്മാരോടല്ല ചോദിക്കേണ്ട ആലോചന ചോദിക്കേണ്ടത് പരിശുദ്ധാത്മാവിനോടാണ്. അങ്ങനെ ചോദിക്കുന്നത് നീ പ്രാഗൽഭ്യമുള്ളവനായിരിക്കണം. എല്ലാ തലത്തിലും നീ പ്രാഗൽഭ്യമുള്ള വ്യക്തിയായിരിക്കണം. പരിശുദ്ധാത്മാവിനോട് സംസാരിക്കണമെങ്കിൽ നിന്റെ വാക്കുകൾ പരിശുദ്ധമായിരിക്കണം. നീയും ദൈവമായിട്ട് പ്രാഗൽഭ്യത്തിനകത്ത് നിൽക്കണം. നീ ദൈവത്തിനോട് കൂടെ. ഹല്ലേലൂയ. അല്ല, ആ പാസ്റ്റർ പ്രാർത്ഥിച്ചിട്ട് നടന്നില്ല, ഈ പാസ്റ്റർ പ്രസംഗിച്ചിട്ട് ആ ദൂത് എനിക്ക് നിറവേറിയില്ല. ആമേൻ. ദൈവപൈതലേ, ദൈവകുഞ്ഞെ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനെ ഒരു പോസ്റ്ററിലും കാണാൻ പറ്റില്ല. പരിശുദ്ധാത്മാവിനെ ഒരു ഫ്ലെക്സ് ബോർഡിലും കാണാൻ പറ്റില്ല. പരിശുദ്ധാത്മാവിനെ ഒരു കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടില്ല.
പരിശുദ്ധാത്മാവിനെ നീ പ്രാപിക്കണം. പ്രൈസ് ദി ലോർഡ്. അതിന് ചില നിബന്ധനകളുണ്ട്. നിന്റെ സകല ഇടപാടുകളും പരിശുദ്ധാത്മാവിലായിരിക്കണം. സകല യാത്രകളും പരിശുദ്ധാത്മാവിലായിരിക്കണം. അതിനകത്ത് നീ വരണം. നമുക്കറിയാം, ഒരു ഓട്ടക്കളത്തിനകത്ത് ഒരു വലിയ ഗ്രൗണ്ട്, ചിലപ്പോൾ ഇന്നലെ വരെ ക്രിക്കറ്റ് കളിച്ച ഗ്രൗണ്ട് ആയിരിക്കാം, ചിലപ്പോൾ ഫുട്ബോൾ കളിച്ച ഗ്രൗണ്ട് ആയിരിക്കും, അല്ലെങ്കിൽ ഹോക്കിയോ ടെന്നീസോ എന്തോ ആയിക്കോട്ടെ. ഏത് കളിയാണെങ്കിലും അതിൻ്റെതായ ട്രാക്കുണ്ട്. മനസ്സിലായോ? ഫുട്ബോളിന് കാലുകൊണ്ട് തട്ടാനേ ഒരു ട്രാക്കേ ഉള്ളൂ, അല്ലാതെ കൈകൊണ്ട് അടിച്ചിടാൻ ട്രാക്കില്ല ഫുട്ബോളിന്. മനസ്സിലാവുന്നുണ്ടോ? കാലുകൊണ്ട് തട്ടി ഗോളാക്കണം. എന്നാൽ ഇന്ന് പകൽ ഓട്ടക്കളത്തിന് ഓടുന്ന ഒരു വ്യക്തിക്കൊരു ട്രാക്കുണ്ട്. ആ ട്രാക്കിനകത്ത് മാത്രമേ ഓടാൻ കഴിയൂ. ഇനി 1000 മീറ്റർ ആയിക്കോട്ടെ, 500 മീറ്റർ ആയിക്കോട്ടെ, 250 മീറ്റർ ആയിക്കോട്ടെ, 100 മീറ്റർ ആയിക്കോട്ടെ, ഈ ട്രാക്കിനകത്ത് നിൽക്കുന്ന ഇപ്പോൾ 51, 52, 53, 54, 55 ഈ വ്യക്തിയുടെ ട്രാക്കും അതേ നമ്പറായിരിക്കും. ആ 53കാരൻ അല്ലെങ്കിൽ 51കാരൻ മററ്റം എത്തുമ്പോൾ ആ ലൈനിനകത്തായിരിക്കണം. ഇല്ലെങ്കിൽ അവിടെ എത്തിയിട്ട് കാര്യമില്ല. ഇന്ന് പലരും നിൽക്കുന്നതാ നമ്പർ 11, നിൽക്കുന്നതിൽ 51. അതാണ് ഒന്നും പ്രാപിക്കാൻ കഴിയാത്തത്. അഭിഷക്തന്മാരുടെ വിശ്വസ്തത പുലർത്താൻ കഴിയാത്ത കാര്യം 11നകത്ത് നിന്ന് വ്യക്തി ഇപ്പം നിൽക്കുന്ന 51നകത്താ. എത്ര ട്രാക്ക് കഴിഞ്ഞെന്നറിയാൻ നിൽക്കുന്നേ അല്ലേ? നിങ്ങൾ തന്നെ പരിശോധിച്ച് നോക്കിയേ. പരിശുദ്ധാത്മാവിനോട് നിങ്ങൾ സംസാരിക്കണമെങ്കിൽ നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ ട്രാക്കിനകത്തായിരിക്കണം സഹോദര. ഇല്ലാതെ ഞാൻ ഇത്ര വർഷമായി ഞാൻ ദൈവത്തെ അറിഞ്ഞിട്ട് പരിശുദ്ധാത്മാവ് പ്രാപിച്ചോ? ദൈവത്തോട് സംസാരിച്ചിട്ടുണ്ടോ? നീയും ദൈവമായിട്ടൊരു ബന്ധം പുലർത്തിയിട്ടുണ്ടോ? കമ്മലും മാലയും മാറ്റിയിട്ട് വർഷങ്ങളായി ഞാൻ ഇന്ന സമുദായത്തിൽ നിന്നാണ് രക്ഷിക്കപ്പെട്ടത്. നീയും പരിശുദ്ധാത്മാവായിട്ടൊരു ബന്ധമുണ്ടോ? എങ്കിൽ പിണക്കം വച്ചുകൊണ്ടിരിക്കരുത്. ഹല്ലേലൂയ. അതാണ് പാട്ടുകാരൻ പാടിയില്ലേ, മനസ്സലിവിൻ അല്ലേ? ഹല്ലേലൂയ. അപ്പൊ മനസ്സലിയുന്നൊരു ദൈവമുണ്ട്. അപ്പൊ പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയോഗത്തിനകത്തളങ്ങളിൽ നിന്ന് നിയോഗത്തിനകത്ത് നിൽക്കുന്ന വ്യക്തിയെ സഹായിക്കുന്ന വ്യക്തിയാണ് പരിശുദ്ധാത്മാവ്. പണ്ടത്തെ പാട്ടറിയാലോ, പരിശുദ്ധാത്മാവേ ശക്തിയാലെ ഇന്ന് നിറയ്ക്കണേ നാദാ. ആമേൻ. ഇന്ന് പകലിൽ ആ പരിശുദ്ധാത്മാവിനകത്ത് നിൽക്കുന്ന വ്യക്തിയെ ഈ ഉലകത്തിൽ ഒരു വ്യക്തിക്ക് പരാജയപ്പെടുത്താൻ കഴിയില്ല. സ്തോത്രം. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? വചനം എന്താ പറയുന്നത്? നീതിമാന്മാർ 7 പ്രാവശ്യം വീണാലും പിന്നെ അവൻ എണീക്കും. കാരണം അവൻ്റെ മേൽ വ്യാപരിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ഇത് കടയിൽ നിന്നോ സൂപ്പർ മാർക്കറ്റിൽ നിന്നോ ക്യൂ നിന്നോ ഒന്നും വാങ്ങിയതല്ല കേട്ടോ. മുട്ടയിൽ നിന്ന് പ്രാപിച്ചതാ. മുട്ടയിൽ വില കൊടുക്കാൻ മനസ്സുണ്ടോ? വില കൊടുക്കാൻ മനസ്സുണ്ടോ? ശബനപരഗതുനി അതുരഗരഗതന ദൂരമനാരകൽക്കനാദി. വില കൊടുക്കാൻ മനസ്സുണ്ടോ? പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കാതെ, കർത്താവേ നീ എൻ്റെ ജീവിതത്തിൽ ചെയ്തതെല്ലാം നീ അറിഞ്ഞത് കൊണ്ട് തന്നെയാ, നിന്റെ പദ്ധതി പ്രകാരമാണെന്ന് പറയാൻ മനസ്സുണ്ടോ? എങ്കിൽ ഇന്ന് പകൽ ആമേൻ. ഇന്ന് ദൈവമക്കൾക്കെല്ലാം ലോണുകളാണ്, ഇഷ്ടം പോലെ ലോണുകൾ. ഡോറ തുടങ്ങി ഞായറാഴ്ച രാവിലെ 10 മണി വരെ ലോണ. ആമേൻ. പിറ്റേ ഞായറാഴ്ച 10 മണി വരെ ലോണ. ഇതെല്ലാം കൃത്യമായിട്ട് അടയ്ക്കും, അല്ലെങ്കിൽ അദ്ദേഹം വീട്ടിൽ കയറി ഇരിക്കും. എന്നാൽ ദൈവസഭയ്ക്ക് കൊടുക്കേണ്ടതിന് കൊടുത്തിട്ടുണ്ടോ? അതാദ്യം ദൈവനാമത്തിന് കൊടുക്കേണ്ടത് കൊടുത്തിട്ടേ ബാക്കി ചെയ്യാവൂ. സ്തോത്രം. നിങ്ങൾക്കറിയോ, ഒരു ചിട്ടിക്കാരൻ വന്ന് വീട്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ സന്ധ്യയാകുമ്പോൾ ഇറങ്ങിപ്പോകും. പക്ഷേ നീ കൊടുക്കേണ്ടതിന് ദൈവത്തിൻ്റെ ദൂതം വന്ന് വീട്ടിൽ ഇരുന്നാൽ പോകത്തില്ല ദൈവം. ഇതിലെ ദൈവത്തിൻ്റെ, അതാണ് ദാവീദ് പറഞ്ഞത്, കർത്താവ് നിന്റെ കരം എനിക്ക് ഭാരമായിരിക്കരുതേ. പല കുടുംബത്തിനും ദൈവത്തിൻ്റെ കരം ഭാരമാണ്. പല കുടുംബത്തിനും
ആമേൻ. 1000 കുടുംബം എടുത്ത് പഠിച്ച 999 കുടുംബവും ദൈവത്തിന്റെ കരം ഭാരമായിരിക്കുന്നവരാ. എത്ര പ്രാർത്ഥിച്ചിട്ടും എത്ര ഉപവസിച്ചിട്ടും അവർക്കൊന്നും നടക്കുന്നില്ലെന്നാണ്. എന്താ കാര്യമെന്നറിയാമോ? പരിശുദ്ധാത്മാവിൽ വിധേയപ്പെടുന്നില്ല. ആമേൻ, സ്തോത്രം. ഇവിടെ വായിച്ചത് എനിക്ക് സഹായപ്പെടുന്ന ഒരിടത്തൊന്നും വരത്തില്ല, നീ പ്രതീക്ഷിക്കണ്ട. അഥവാ ഒരു ചിട്ടി ലോൺ എടുത്തു കഴിഞ്ഞാൽ നീ അതിൻ്റെ 50 മടങ്ങ് തിരിച്ചടയ്ക്കണം. പക്ഷേ ദൈവത്തിൽ നീ 5000 രൂപ എടുത്തിട്ട് അടയ്ക്കുമ്പോൾ 15000 രൂപ തീർത്തടയ്ക്കുന്നെങ്കിൽ എത്രയോ ആയിരങ്ങൾ നീ സഭയിൽ ബെൻഡിങ് വെച്ചു. ബെൻഡിങ് നീ എന്ന് ക്ലോസ് ചെയ്യുമോ അന്ന് നിന്റെ വഴികൾ തുറക്കും പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ. ഇന്ന് രാവിലെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്, നിങ്ങൾക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് സംസാരിക്കും. ഹല്ലേലൂയ. ഈ പ്രഭാതത്തിൽ നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ഒരു ദൈവാത്മാവുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായി നിന്നോ. ഹല്ലേലൂയ. ഇന്നലെ വരെ നിങ്ങളെ സഹായിച്ച കരങ്ങളെല്ലാം പുറകിൽ വലിക്കും. ചിലപ്പോൾ നിങ്ങളെ മിണ്ടത്തില്ല, വിളിക്കത്തില്ല. ഭാരപ്പെടണ്ട കേട്ടോ. ഇയ്യോബിനെ നിങ്ങൾ നോക്കൂ, 7 പെണ്ണും 3 ആണും. ഇയ്യോബിന്റെ പെൺമക്കളെപ്പോലെ സൗന്ദര്യമുള്ള പെൺമക്കൾ ഇല്ല എന്ന വേദപുസ്തകം പറയുന്നത്. യെസ്, 7 3 10 പേര് ഒരുമിച്ച് മരിച്ചു, ചത്തു. ഈ ചിക്കൻ കുനിയ ഒന്ന് ഈ കോഴികൾ ചത്ത് വീഴും പോലെ ഇല്ലേ, കോഴിത്തീനം വന്ന് കോഴി ചത്ത് വീഴുന്നത് പോലെ ദൈവത്തോട് കളിച്ചു, ദൈവാത്മാവിനോട് കളിച്ചു. അപ്പൻ ആരാധിക്കുന്ന ദൈവത്തെ തള്ളിക്കളഞ്ഞ് മറ്റ് ഇതര സമുദായത്തിലേക്ക് അല്ലെങ്കിൽ ഇതര വ്യക്തികളിലേക്ക് ആശ്രയിച്ചു. പക്ഷേ കർത്താവ് ക്ഷമിച്ചില്ല കേട്ടോ. പഴയ നിയമത്തിലെ ദൈവം അത്ര ശക്തനാണെങ്കിൽ പുതിയ നിയമത്തിലെ കർത്താവോ അതിനേക്കാൾ ശക്തനാ. നിങ്ങൾ വായിക്കൂ, എബ്രായലേഖനം 6-ാം അധ്യായം നിങ്ങൾ വായിച്ചു നോക്കൂ. ആമേൻ. കർത്താവിൻ്റെ പൈതലെ, ദൈവം നിനക്ക് എന്തെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ നന്ദി കാണിക്കണം, നന്ദി. ഹല്ലേലൂയ. ഇല്ലെങ്കിൽ ഉള്ളതും കൂടെ എടുത്തുകൊണ്ട് പോകും. ആമേൻ. ഇന്ന് ദൈവദാസന്മാരെ മാനിക്കാത്ത ഒരു യുഗം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുക. ഹല്ലേലൂയ. രഥത്താൽ ഇത് കാണുമ്പോൾ സങ്കടമുണ്ട്. അഭിഷക്തന്മാരെ, നിങ്ങളുടെ പോക്ക് എങ്ങോട്ടാ? സ്തോത്രം. നിങ്ങൾ പരിശുദ്ധാത്മാവിനെ വിധേയപ്പെടൂ. മനുഷ്യനെ വിധിക്കുന്നത് നിർത്തൂ. നിങ്ങൾ പരിശുദ്ധാത്മാവിനോട് സംസാരിക്കൂ. ഔട്ട്സൈഡിലെ ശബ്ദങ്ങളെല്ലാം നിർത്തൂ. നിങ്ങൾ കളിക്കുന്നത് പരിശുദ്ധാത്മാവിനോടാ, വിടത്തില്ല. നിങ്ങളുടെ പിന്നാലെ ദൂതനെ ദൈവം അയക്കും. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ വിടത്തില്ല. നിങ്ങളെ കൊണ്ട് ദൈവത്തിനൊരു പ്ലാൻ ഉണ്ടെങ്കിൽ, ശൗലേ, നീ എത്ര അധികാരപത്രവുമായി നീ ഓടിയാലും ശൗലേ, നിന്നെ ഞാൻ ഒരിക്കൽ പിടിക്കും. അതൊരു 1.5 പിടിയായിരിക്കും. അതുകൊണ്ട് ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവിന് വിധേയപ്പെടാൻ ആരോടൊക്കെയോ ദൈവാലോചന ഈ പ്രഭാതത്തിൽ സംസാരിക്കുക. ആമേൻ. ഇവിടെ വായിച്ചത്, ആമേൻ, സ്തോത്രം, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? ഈ ഭൂമിയിലെ സഹായം നീ പ്രതീക്ഷിക്കണ്ട. 2ാം വാക്യം, എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. കണ്ടോ, ഈ ഭൂമിയിലെ സഹായം നിനക്ക് നിന്ന് പോകും, ഉറപ്പായിട്ട് നിന്ന് പോകും. ഈ ഭൂമിയിലെ സകല ധനങ്ങളും നിൽക്കും. സകലതും ഈ ഭൂമിയിൽ ഉള്ളതെല്ലാം ഈ ഭൂമിയിൽ വെന്തഴിയും. പക്ഷേ ഒരിക്കലും വെന്തഴിയാത്ത നിത്യത മുതൽ നിത്യത വരെ കോടാനുകോടി യുഗം ആരാധിക്കാൻ തയ്യാറായ നിൽക്കുന്ന കോടിക്കണക്കിന് ജനത്തിനു വേണ്ടി ആമേൻ പ്രവർത്തിക്കുന്ന, സ്വരൂപിക്കുന്ന, വീടുകൾ പണിയുന്ന, അവർക്ക് ആവശ്യമുള്ളത് കരുതി വയ്ക്കുന്ന ഒരു സ്വർഗം ഇന്ന് പകൽക്കാലം എൻ്റെ ശബ്ദം കേൾക്കുന്ന നിനക്ക് വേണ്ടി ഉണ്ട്. അങ്ങനെയെങ്കിൽ നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ചിന്തയുടെ ആഴം ഇതാണ്, നിനക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് സംസാരിക്കും. യെസ്, യോസേപ്പേ, നീ ഭാരപ്പെടണ്ട, നിനക്ക് വേണ്ടി സംസാരിപ്പാൻ ഞാനുണ്ട്. ശത്രുക്കെ, മേശക്കെ, അബേദ്രഗോമേ, ദാനിയേലേ, ഭാരപ്പെടണ്ട, നിനക്ക് വേണ്ടി സംസാരിക്കാൻ ഞാനുണ്ട്. അബ്രഹാമേ, നീ ഭാരപ്പെടണ്ട, നിനക്ക് വേണ്ടി സംസാരിക്കാൻ ഞാനുണ്ട്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മറിയേ, നീ ഭാരപ്പെടണ്ട,
നിനക്ക് വേണ്ടി സംസാരിക്കാൻ ഞാനുണ്ട്. ഹന്നയെ നീ ഭാരപ്പെടണ്ട, നിനക്ക് വേണ്ടി സംസാരിക്കാൻ ഈ പ്രഭാതത്തിൽ ഞാനുണ്ട്. കണ്ടോ? നോഹയെ നീ ഭാരപ്പെടണ്ട, എൻ്റെ കൃപ നിന്റെ മേൽ ഞാൻ പകരാൻ പോകുകയാ. എൻ്റെ പരിശുദ്ധാത്മാവിന് നിയോഗം നിന്റെ മേൽ പകരാൻ പോകുകയാ. നിനക്ക് വേണ്ടി സംസാരിക്കാൻ ഞാനുണ്ട്. പറ, ഇന്ന് പകർക്കാലം നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. ഭർത്താവിന് വേണ്ടി സംസാരിക്കാൻ ഭാര്യയില്ല. ഭാര്യ എന്നേ ശത്രുവായി. പണം ഉണ്ടെങ്കിലേ ഭാര്യ കൂടെ ഉണ്ടാവും. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. പണം ഇല്ലേ, തീർന്നു. പണം ഉണ്ടെങ്കിൽ ഭാര്യയ്ക്ക് ഭർത്താവിന് കൊള്ളാം. ഭാര്യയ്ക്ക് പണം ഇല്ലെങ്കിൽ തീർന്നു. ഭാര്യ രോഗിയായ ഭർത്താവിന് വേണ്ട, ഭർത്താവ് രോഗിയായി ഭാര്യയ്ക്കും വേണ്ട. എന്നാൽ ഇവർ രണ്ടുപേരും രോഗിയായി മക്കൾക്കും വേണ്ട. അമ്മേ, നിങ്ങൾ ആർക്ക് നിങ്ങളെ വേണ്ടെങ്കിലും, നിങ്ങളുടെ മക്കൾക്ക് നിങ്ങളെ വേണ്ടെങ്കിലും, നിങ്ങളുടെ ഭാര്യയ്ക്ക് നിങ്ങളെ വേണ്ടെങ്കിലും, നിങ്ങളുടെ ഭർത്താവിന് നിങ്ങളെ വേണ്ടെങ്കിലും, നിങ്ങളെ ഉണ്ടാക്കിയ ഓരോരുത്തരും നിങ്ങളെ വേണം. ഉടബൽഖമന ജൂഡമനാരകൽക്കനാദി. ആരൊക്കെ നിങ്ങളെ തള്ളിക്കളഞ്ഞാലും നിങ്ങളെ ചേർത്ത് പിടിക്കുന്ന ഒരു കർത്താവുണ്ട്. പരിശുദ്ധനെ ജനത്തിനായി അടിയൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവിന്റെ നിയോഗം ഇവരുടെ മേൽ വ്യാപരിക്കട്ടെ. സ്വർഗത്തിലെ ദൈവത്തിന്റെ കരുതൽ ഇതിനകത്ത് വെളിപ്പെടട്ടെ. പരിശുദ്ധാത്മാവിന്റെ നിയോഗം സഞ്ചരിക്കട്ടെ. ഇന്ന് പകൽ രാജ്യങ്ങളിൽ മുഴങ്ങട്ടെ. കണ്ണുനീരിന്റെ വക്കിലായിരിക്കുന്ന കുടുംബങ്ങൾ തകർച്ചയിലായിരിക്കുന്ന കുടുംബങ്ങൾ, വേദനയിലായിരിക്കുന്ന കുടുംബങ്ങൾ, രോഗത്തിനകത്തായിരിക്കുന്ന കുടുംബങ്ങൾ, സഹായം, ആമേൻ, സ്തോത്രം, കിട്ടാതിരിക്കുന്ന കുടുംബങ്ങൾ, ഇന്ന് പകലിൽ കർത്താവേ അങ്ങ് എണീക്കണമേ. പരിശുദ്ധാത്മാവിൽ വിധേയപ്പെടുവാൻ, പരിശുദ്ധാത്മാവിനെ പ്രാപിപ്പാൻ ജനത്തെ ഒരുക്കണം, അധികാരപ്പെടുത്തണം. ഈ 21-ാമത്തെ ദിവസം ജനത്തിന് അനുഗ്രഹമായിരിക്കട്ടെ. കർത്താവിന് ചങ്കല ചോരയിൽ മറയ്ക്കണം. കർത്താവെ, അടിയന് വേണ്ടി അങ്ങ് സംസാരിക്കാനുണ്ടല്ലോ. പറയാൻ പറ്റുമോ? ഇന്ന് എത്ര പേർക്ക് പറയാൻ പറ്റും? എനിക്ക് വേണ്ടി കർത്താവെ അങ്ങ് സംസാരിക്കണമേ, അങ്ങ് സംസാരിക്കണമേ, അങ്ങ് സംസാരിക്കണമേ, അങ്ങ് സംസാരിക്കണമേ. പ്രാർത്ഥന കേട്ടിരിക്കാൻ നന്ദി. യേശുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.